എന്ന സസ്പെൻസ് തുടരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ കോളേജിൽ ക്യുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ മുടങ്ങി. പരീക്ഷ മുടങ്ങിയത് സാങ്കേതിക തകരാർ മൂലം. പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷാ തീയതി നൽകുമെന്ന് അധികൃതർ. ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്. തൃക്കൂരിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. ഇരകളാകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർ. ഗുരുവായൂർ അരിയന്നൂരിൽ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്നു. മോഷണം നടന്നത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തകൾ വിശദമായി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്ന സസ്പെൻസ് തുടരും. ഡൽഹിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്തുള്ള KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ചർച്ച നടത്തി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അറിയിച്ചു. നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം 3 നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അണികളുടെ തെരുവ് പ്രതിഷേധത്തിനെതിരെ രാഹുൽ ഗാന്ധി കടുത്ത വിമർശനം ഉന്നയിച്ചു. ജനങ്ങളാണ് പരമപ്രധാനമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ആർക്കും വേണ്ടി പ്രകടനങ്ങൾ നടത്തരുതെന്ന് VD സതീശനും. നേതാക്കന്മാരെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ പ്രതിഷേധങ്ങൾ അതിരുവിടരുത് എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് ജില്ലയിൽ നടന്ന പ്രകടനങ്ങളിൽ വെട്ടിലായി DCC നേതൃത്വം. KPCC വിലക്ക് ലംഘിച്ചവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ തിടുക്കപ്പെട്ട് നടപടി വേണ്ട എന്നാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 കോൺഗ്രസ് MLA-മാരിൽ പ്രത്യക്ഷത്തിൽ VD സതീശനൊപ്പം നിൽക്കുന്നവർ ആരുമില്ല. എങ്കിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും VD സതീശനായി ബോർഡുകൾ നിരക്കുകയും പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തു. സ്വരാജ് റൗണ്ടിൽ നടന്ന പ്രകടനത്തിൽ വൻ പ്രവർത്തക പങ്കാളിത്തമായിരുന്നു. കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിനേക്കാൾ ആളുകൾ VDക്കായി തെരുവിലിറങ്ങി. ജില്ല പൊതുവെ KC പക്ഷത്തേക്ക് ചായുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. എന്നാൽ പോസ്റ്റിന് താഴെ VD സതീശൻ അനുകൂലികൾ കൂട്ടത്തോടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിനു പിന്നാലെയാണ് VDക്കായി തെരുവിൽ കരുത്തറിയിച്ച് പ്രകടനം നടന്നത്. യാതൊരു ആസൂത്രണവുമില്ലാതെ സംഘടിപ്പിച്ച പ്രകടനത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പാർട്ടി ഭാരവാഹികളുമൊക്കെ അണിനിരന്നു. എന്നാൽ ഇതിലും വലിയ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ അറിയാമെന്നാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ പറയുന്നത്. പാർട്ടിയിലെ ഐക്യ അന്തരീക്ഷം തകർക്കാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ആ വഴി തിരഞ്ഞെടുക്കുന്നില്ലെന്നും ഈ ഗ്രൂപ്പുകളിലെ നേതാക്കൾ പറയുന്നു. KPCC വിലക്ക് ലംഘിച്ച് പരസ്യമായി രംഗത്തിറങ്ങിയവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ നടപടിയെടുത്ത കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ രംഗം കൂടുതൽ വഷളാക്കാതെ നോക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിൽ VD സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രധാന ജംഗ്ഷനുകളിലും സതീശന്റെ ചിത്രം ആലേഖനം ചെയ്ത ബോർഡുകളാണ് നിരന്നത്. പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്നാണ് ബോർഡിലെ ഉള്ളടക്കം. ചാലക്കുടിയിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സുകൾ വച്ചിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ കോളേജിൽ നടന്ന ക്യുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ സാങ്കേതിക തകരാർ മൂലം മുടങ്ങി. സംസ്ഥാനത്താകെ 120 കേന്ദ്രങ്ങളിലായി 38,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 120 വിദ്യാർത്ഥികൾ വീതം 3 ബാച്ചുകളിലായാണ് കോളേജിൽ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. പൂർണ്ണമായും ഓൺലൈനായി നടന്ന പരീക്ഷയുടെ നടത്തിപ്പ് ചുമതല CDIT-നാണ്. രാവിലെ 9 മുതൽ 11 വരെ നടക്കുന്ന പരീക്ഷ പ്രശ്നങ്ങളില്ലാതെ നടന്നിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെ നടക്കേണ്ട പരീക്ഷയാണ് മുടങ്ങിയത്. സെർവറിൽ സംബന്ധിച്ച തകരാർ മൂലമാണ് പരീക്ഷ നടത്താൻ സാധിക്കാതിരുന്നത് എന്ന് അധികൃതർ അറിയിച്ചു. തുടർന്ന് മാളയിലെ സെന്ററിൽ നിന്നും മറ്റൊരു സിസ്റ്റം എത്തിച്ച് തകരാർ പരിഹരിച്ചപ്പോഴേക്കും ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ സമയം തീർന്നിരുന്നു. പിന്നീട് 4 മണിക്ക് ആരംഭിക്കേണ്ട അടുത്ത ബാച്ചിന്റെ പരീക്ഷ 5:30ഓടെയാണ് ആരംഭിക്കാനായത്. പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചതോടെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി. പരീക്ഷ തുടങ്ങാൻ വൈകിയിട്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ സെന്ററിൽ ഒരുക്കിയില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷാ തീയതി നൽകുമെന്ന് ക്യുസാറ്റ് അധികൃതർ അറിയിച്ചു. ആ സ്ഥലത്ത് കിട്ടിയതാണ്.
അപ്പോൾ ഒത്തിരി ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ മലപ്പുറമൊക്കെ ഉള്ള ഒരു മലപ്പുറം സെൻറ്റർ കൊടുക്കാത്തത് അവിടെ എവിടെയും ദൂരെ കിട്ടിയ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ടാണ് നമ്മൾ ഈ എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്തിപ്പെടാനോ പാട്. അതൊക്കെ പോട്ടെ, ഇവിടെ വന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ 11 മണിക്കാണ് ഞങ്ങളോട് എത്താൻ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും 11 മണിക്ക് ഇവിടെ എത്തിയിരിക്കണം. അതായത് 90 മിനിറ്റ് മുന്നേ എക്സാമിൻ്റെ, അതായത് 90 മിനിറ്റ് മുന്നേ പറയുമ്പോൾ എക്സാം എപ്പോഴാണ് 12:30 11 മണിക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും 11 മണിക്ക് എത്തിയിട്ട് കുട്ടികളും പാരൻസും ഒക്കെ ഈ വെയിലത്ത് ഇവിടെ നിന്നു, ഈ ഫ്രണ്ടിൽ നിന്നു. ആരും മൈൻഡ് ചെയ്തില്ല, ഒന്നുമില്ല. അങ്ങനെ രീതിയിലാണ് റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അപ്പോൾ 12 മണിയായിട്ട് ഞങ്ങൾ ആരും കയറ്റുന്നുമില്ല, രജിസ്ട്രേഷൻ ഇല്ല, ആധാർ കാർഡ് വെരിഫൈയിങ് ഇല്ല, ഫേസ് വെരിഫിക്കേഷൻ ഇല്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിനെ ഉള്ളിലേക്ക് കയറ്റുന്നത് 12:30 മണിക്കാണ്. 12:30 മണിക്ക് കയറ്റിയിട്ട് ഞങ്ങൾ ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടിരുത്തി. സെർവർ ബ്ലോക്കാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ 15 × ഒരു 4-5 തവണ അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നെ എല്ലാവരും ചിരി കളി, അങ്ങനെ ഒരു സീരിയസ്നെസ്സും ഇല്ല ആർക്കും. അപ്പോൾ ശരിക്കും എന്താണ്, ഇതൊരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എക്സാം ആണ്, നമ്മുടെ OMR ഷീറ്റ് അല്ല, PSC ഒന്നും പോലെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം 2:30 12:30 തൊട്ട് 2:30 വരെയാണ് എക്സാം. 2:30ക്ക് അത് അവസാനിക്കും. കമ്പ്യൂട്ടർ ഓഫാവും, എല്ലാ സ്ഥലത്തും ഓഫാവും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാമിന് സഹായത്തോടെ ഞാൻ കൺട്രോളറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, മാം വഴി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാത്രം പ്രശ്നമാണ്, കുസാറ്റിൻ്റെ പ്രശ്നമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ അവിടെ അത്രയും നേരം കൊണ്ടേയിരുത്തി 2:30 കഴിഞ്ഞു, 3:30 കഴിഞ്ഞു, 4 മണിയാകുമ്പോഴും ഞങ്ങൾ ഏതോ ഒരു കമ്പ്യൂട്ടർ ലാബിൽ, കമ്പ്യൂട്ടറുകൾ പലതും വർക്ക് ചെയ്യാത്ത, പ്രിൻ്റർ വർക്ക് ചെയ്യാത്ത ഒരു കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടിരുത്തി. എന്തോ പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കൊണ്ടിരുത്തി അത്രയും നേരം. ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. 21 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയന്ത്രണത്തെ തുടർന്ന് ചാലക്കുടിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പഴയ പാലത്തിലൂടെയുള്ള എല്ലാ വാഹനങ്ങളും തൃശൂർ എറണാകുളം ദിശയിലെ പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ഇവിടെ ഒറ്റവരി ഗതാഗതവും ഏർപ്പെടുത്തി. 3 ആഴ്ചയ്ക്കകം 42 ബെയറിങ്ങുകളും മാറ്റി സ്ഥാപിക്കുമെന്നാണ് കരാർ കമ്പനിയായ GIPL ഉദ്യോഗസ്ഥർ പറയുന്നത്. പാലത്തിന്റെ തെക്കുഭാഗത്തു നിന്നായിരിക്കും അറ്റകുറ്റപ്പണികളുടെ തുടക്കം. പാലത്തിന്റെ തൂണുകൾക്കും സ്പാനുകൾക്കും ഇടയിൽ ക്യാപ്പിന്റെ മുകളിലായി ഘടിപ്പിച്ചിരിക്കുന്ന ബെയറിങ്ങുകളാണ് മാറ്റുന്നത്. ഇതിന് പാലത്തിന്റെ അടിയിൽ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിന്റെ മുകളിൽ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ഓരോ സ്പാനുകളും 2 ഇഞ്ച് വീതം ഉയർത്തും. ഇത്തരത്തിൽ 7 തൂണുകളുടെ 42 ബെയറിങ്ങുകൾ 21 ദിവസം കൊണ്ട് മാറ്റി സ്ഥാപിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇതിനിടയിൽ മഴയുണ്ടായാൽ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകും. കിഴക്കുഭാഗത്തെ പാലത്തിലൂടെ 2 ദിശകളിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദേശീയപാതയുടെ മൊബൈൽ സ്ക്വാഡ്, സേഫ്റ്റി ഗാർഡുകൾ, ഹൈവേ പോലീസ് സംഘം, ലോക്കൽ പോലീസ് തുടങ്ങിയ വിഭാഗങ്ങൾ ഗതാഗത നിയന്ത്രണത്തിന് പ്രവർത്തിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഹായ്, ടിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ടിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും.
തൃക്കൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി 37 വയസ്സുള്ള ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി തൃക്കൂർ മരത്താക്കര നെല്ലിച്ചോട് വെച്ചായിരുന്നു ആക്രമണം. ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ യുവാവിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ജിംനേഷ്യത്തിൽ നിന്നും ഇറങ്ങിയ ബിനസിനെ പുറകിൽ നിന്നും വന്നയാൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവശേഷം പ്രതി ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. തൊഴിൽ രഹിതരായ വീട്ടമ്മമാരാണ് കൂടുതലായും തട്ടിപ്പിനിരകളാകുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന താൽക്കാലിക നിയമനത്തിന് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഫോൺ കോളിലൂടെയായിരിക്കും തട്ടിപ്പിന്റെ തുടക്കം. പിന്നീട് നിയമന നടപടികൾക്കായി 2000 മുതൽ 5000 വരെയുള്ള തുക ആവശ്യപ്പെടും. പണമയക്കാനുള്ള QR കോഡ് വാട്സപ്പ് വഴി അയച്ചു നൽകുകയും ചെയ്യും. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഫോൺ വിളി അവസാനിപ്പിക്കും. താൽക്കാലികമായിട്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പണം നൽകുന്നവർ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. പണം നൽകിയവർ തങ്ങളെ ബന്ധപ്പെട്ടിരുന്ന ഫോൺ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ ബന്ധപ്പെടാനാകുകയുമില്ല. സമീപകാലത്ത് ഇത്തരത്തിൽ നിരവധി പേരാണ് തട്ടിപ്പിനിരകളായിട്ടുള്ളത്. ചെറിയ തുക നഷ്ടപ്പെട്ടതിനാൽ പലരും നിയമ നടപടിയിലേക്ക് തിരിയാറില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തട്ടിപ്പ് സംഘത്തിന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നതിൽ ദുരൂഹത ഉയരുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ അരിയന്നൂരിൽ ഡോക്ടറുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പൊന്നരാശ്ശേരി മോട്ടോർ വർക്ക്ഷോപ്പിന് എതിർവശം താമസിക്കുന്ന പൊക്കാകിലത്ത് വീട്ടിൽ ഡോക്ടർ അബൂബക്കറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഡോക്ടറായ അബൂബക്കറും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ മെയ് 8-ാം തീയതി രാത്രിയാണ് സംഭവം നടന്നത്. ഡോക്ടറുടെ ഭാര്യ ഡോക്ടർ ബുഷറയുടെ 2 വളകൾ, 2 മാലകൾ, 3 ജോഡി കമ്മലുകൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെ വിനോദയാത്രയ്ക്ക് പോകാൻ സ്വർണം എടുക്കാൻ നോക്കിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. മുകൾ നിലയിലെ വാതിലും സ്വർണം സൂക്ഷിച്ചിരുന്ന അലമാരയും താക്കോലുപയോഗിച്ച് പൂട്ടിയിരുന്നില്ലെന്നും വീട്ടുകാർ പറയുന്നു. വീടിനുള്ളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അലമാരയിൽ സ്വർണത്തോടൊപ്പം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളൊന്നും മോഷ്ടാവ് കൊണ്ടുപോയിട്ടില്ല. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു ഇവിടെ തൃശ്ശൂർ നമ്മുടെ സൈലന്റ് വാലിയിലേക്ക്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് സാധാരണ ഇടുന്ന കമ്മലും ഇതൊന്നും കാണാത്തതിൻ്റെ ഭാഗമായിട്ട് അവൾ എന്നോടൊന്ന് പറഞ്ഞു, കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ അവളെ 3 മണിക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടി വീടൊക്കെ ഒന്ന് നോക്കി എവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വീണ്ടും CCTV എടുത്ത് നോക്കുമ്പോഴാണ് ഇതുപോലെ ഒരു കള്ളൻ കയറിയതായിട്ട് നമ്മൾ കാണുന്നത്. അത് ഇന്നലെയാണ് കയറിയിട്ടുള്ളത്. കൊണ്ടുപോയിരിക്കുന്നത് പറഞ്ഞാൽ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ഏകദേശം ഒരു 10 പവന് അടുത്തുള്ള സ്വർണം പോയിട്ടുണ്ട്. അതിൽ 2 കമ്മൽ, 2 വള, ഒരു 3 സെറ്റ് മോതിരം. അപ്പം ഭയങ്കര ഞങ്ങൾ എല്ലാവരും കണ്ടതോടുകൂടി അത് ഭയങ്കര ടെൻഷൻ അടിച്ചു പോയി. കാരണം പിള്ളേരും ഞങ്ങളൊക്കെ വീട്ടിലുള്ള സമയത്താണ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അകമലയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പാലക്കാട് ആലത്തൂർ സ്വദേശി കുന്നത്തൂർ നീരാങ്കോട് വീട്ടിൽ രാജീവ് ആണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അകമലയിലെ ബേക്കറിയിൽ മോഷണം നടന്നത്. കമ്പിപ്പാര ഉപയോഗിച്ച് കടയുടെ പിൻവാതിൽ കുത്തി തുറന്നാണ് പ്രതി അകത്തു കയറിയത്. രാവിലെ കട തുറക്കാനെത്തിയ ഉടമയാണ് മോഷണ വിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. വടക്കാഞ്ചേരി SI നിതിൻ, CPOമാരായ സഗുൺ, പൗലോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ചീനിച്ചുവടിൽ താമസിക്കുന്ന തണ്ണിത്തുറയ്ക്കൽ അബൂബക്കറിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ കൂറ്റൻ പൂമരം വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം ചെറുവത്താനിയിൽ പരക്കെ നാശം. ചെറുവത്താനി മനപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് സമീപത്തെ വൈദ്യുത ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. 6 വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. അപകട സമയത്ത് റോഡിലൂടെ പോയിരുന്ന 3 ബൈക്കുകൾക്ക് മുകളിലേക്കാണ് തെങ്ങും വൈദ്യുതി തൂണുകളും വീണത്. എന്നാൽ ബൈക്ക് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവമറിഞ്ഞ് കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചുമാറ്റി.
വൈന്തലയിലെ ജല അതോറിറ്റി പമ്പിംഗ് സ്റ്റേഷനിലേക്കുള്ള ഹോട്ട് ലൈൻ കേബിൾ തകരാറിലായതിനെ തുടർന്ന് മുടങ്ങിയ കുടിവെള്ള വിതരണം നിയുക്ത MLA അഡ്വക്കേറ്റ് OJ ജനീഷ് ഇടപെട്ട് പരിഹരിച്ചു. KCB കരാറുകാരൻ തിങ്കളാഴ്ച പണികൾ ചെയ്യുമെന്നാണ് പഞ്ചായത്ത് അധികൃതരെ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായത് സംബന്ധിച്ച് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് നിയുക്ത MLAയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നിയുക്ത MLA OJ ജനീഷ് KCBയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് വൈദ്യുത തകരാർ ഉടൻ തന്നെ പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് മറ്റു കരാർ തൊഴിലാളികളെ വിളിച്ചുവരുത്തിയാണ് KCB അധികൃതർ ഹോട്ട്ലൈൻ തകരാർ പരിഹരിച്ചത്. പുത്തൂർ തോണിപ്പാറയിൽ കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. പുത്തൂർ സ്വദേശി മുണ്ടാൻ ഡേവിസിന്റെ ഭാര്യ റീനയ്ക്കാണ് പരിക്കേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരിയാണ്. ജോലിക്കായി സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് സംഭവം. പരിക്കേറ്റ റീന ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പന്നിത്തടത്ത് ലോറി മറിഞ്ഞ് അപകടം. പെരുമ്പാവൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പികൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് പന്നിത്തടം സിഗ്നലിനു സമീപം മറിഞ്ഞത്. റോഡിലെ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ കെട്ടിടത്തിൽ ഇടിച്ച് മറിയുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു. ലോറി ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ടെയ്നർ ലോറി, 3 കാറുകൾ, ടെമ്പോ വാൻ എന്നിവയാണ് ഒന്നിനു പുറകെ ഒന്നായി ഇടിച്ചത്. ദേശീയപാതയിലെ ഡ്രൈനേജ് വൃത്തിയാക്കുന്ന തൊഴിലാളികൾ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങിയതോടെ ഇവരെ ഇടിക്കാതിരിക്കാൻ കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ കാറിന് പുറകിൽ വന്ന മറ്റു വാഹനങ്ങൾ തുടരെ ഇടിക്കുകയായിരുന്നു. 5 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളം CCTV ക്യാമറമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പ്രഥമ ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ പുരസ്കാര വിതരണം നടന്നു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹംസ അധ്യക്ഷനായി. കണ്ടാടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ചലച്ചിത്ര നിർമ്മാതാവ് നെൽസൺ ഐപ്പ്, മാധ്യമപ്രവർത്തകൻ സുബീഷ് തക്കൂട്ട്, കഥാകൃത്ത് നയന വൈദേഹി സുരേഷ്, കലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ TV ജോൺസൺ, കോവിലൻ ട്രസ്റ്റ് സെക്രട്ടറി AD ആൻഡു, ചലച്ചിത്ര നിർമ്മാതാവ് അശോകൻ നമ്പഴിക്കാട്, CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സജിനി അയ്യപ്പന്റെ കഥാസമാഹാരം ഒറ്റമൈനയുടെ പ്രകാശനവും നടന്നു. ഷോർട്ട് ഫിലിം മത്സരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരത്തിന് ഇന്നിറ്റ് പ്രൊഡക്ഷൻസിന്റെ ഡെയിൻ എന്ന ചിത്രം അർഹമായി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അശ്വിൻ രാഹുലിനും, മികച്ച നടനുള്ള പുരസ്കാരം വിജീഷ് വിജയനും, മികച്ച നടിക്കുള്ള പുരസ്കാരം ഗ്രീഷ്മ അഭിക്കും സമ്മാനിച്ചു. വെള്ളറക്കാട് മനപ്പടിയിൽ നെൽവയൽ മണ്ണിട്ട് നികത്തുന്നത് വില്ലേജ് അധികൃതർ തടഞ്ഞു. മനപ്പടി പാടശേഖരത്തിൽ 80 സെന്റോളം വരുന്ന നെൽവയലാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നത്. വിവരം ലഭിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ഭൂരേഖ തഹസീൽദാരുടെ നിർദ്ദേശപ്രകാരം അഡീഷണൽ തഹസീൽദാർ സിമി ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ കടങ്ങോട് വില്ലേജ് അധികൃതർ എത്തി പരിശോധന നടത്തുകയായിരുന്നു. മണ്ണടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഹിറ്റാച്ചിയും ടിപ്പർ ലോറിയും വില്ലേജ് അസിസ്റ്റന്റ് GOK വിൽസൺ കസ്റ്റഡിയിലെടുത്തു. നീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു.
മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയെ പിറ്റ് NDPS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ ഷിനാജിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 30 വർഷം തടവും പിഴയും ശിക്ഷ. കുഴിക്കാട്ടുകുളം സ്വദേശി വടക്കാഞ്ചേരി വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സൂരജ് കെ കോടതിയിൽ ഹാജരായി. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് കടുപ്പശ്ശേരി സ്വദേശിയിൽ നിന്ന് 5,28,000 രൂപയും കല്ലേറ്റുംകര സ്വദേശിയിൽ നിന്ന് 11,80,933 രൂപയും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മണ്ണുത്തിയിൽ നിന്നും തൃശൂർ റൂറൽ സൈബർ പോലീസ് പിടികൂടി. ചേലക്കര വെങ്ങാനല്ലൂർ വെങ്കിടേശ്വര നിലയം വീട്ടിൽ സൂര്യകൃഷ്ണയെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിമ്പ്രം വിജയന്റെ നാടകങ്ങളായ അമ്പറ, പൂക്കാലം എന്നിവ പുസ്തകങ്ങളാക്കി പുറത്തിറക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ KU അരുണൻ നിർവഹിക്കും. അശോകൻ ചെരുവിൽ പുസ്തകം പ്രകാശനം ചെയ്യും. ബക്കർ മേത്തല ഏറ്റുവാങ്ങും. ഞായറാഴ്ച വൈകിട്ട് 3-ന് വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിരവധി പേർ പങ്കെടുക്കും. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി ഭാരവാഹികളായ VC ദിലീപ്, മനോമോഹൻ, സുവിൻ വിജയൻ, KA അബ്ദുൽ മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാചകവാതക വിലവർദ്ധനവിനും ക്ഷാമത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്നുപീടിക യൂണിറ്റ് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. മൂന്നുപീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൽ സമദ്, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, യൂണിറ്റ് ട്രഷറർ കമറുൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർപേഴ്സൺ നീതു സുജേഷ് അധ്യക്ഷത വഹിച്ചു. നാടകപ്രവർത്തകൻ സുധീഷ് അമ്മവീട് ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി ജോഷി എടത്തിരുത്തി, ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ PA ഷമീർ, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേറ്റുവ പുഴയിൽ നടത്തിയ ഡ്രഡ്ജിംഗ് മൂലം ദുരിതത്തിലായി മത്സ്യത്തൊഴിലാളികൾ. ഡ്രഡ്ജിംഗ് നടത്തി മണൽ മാത്രമാണ് കരാർ കമ്പനി കൊണ്ടുപോയത്. ബാക്കി വന്ന മാലിന്യവും ചെളിയും തിരിച്ച് പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടുകയായിരുന്നു. ഇതുമൂലം ചേറ്റുവ പുഴയിൽ ചെളി അടിഞ്ഞുകിടക്കുകയാണ്. ഇതോടെ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ പരമ്പരാഗത തൊഴിലാളികളും ദുരിതത്തിലാണെന്ന് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമൽ പറഞ്ഞു. ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് പുഴയുടെ ഒഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SNDP യോഗം മാള യൂണിയൻ യൂത്ത് മൂവ്മെന്റ് വിജ്ഞാനോത്സവം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. നിയുക്ത MLA അഡ്വക്കേറ്റ് OJ ജനീഷിനെ ക്യാമ്പിൽ ആദരിച്ചു. യോഗം കൗൺസിലർ PK പ്രസന്നൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് സിനീഷ് നാരായണൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി CD സുറിലാൽ, പ്രസിഡന്റ് PK സാബു, വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ, AS അമൽ, അഡ്വക്കേറ്റ് PS വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മാപ്പള്ളിയിൽ ഓട്ടോ ഓടിക്കുന്ന എലുവത്തിങ്കൽ മെജോയുടെ ഓട്ടോറിക്ഷകൾ നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി പ്രകടനം നടത്തി. വാർഡ് മെമ്പർ സന്തോഷ് VK ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ MV, രഘുനാഥ്, KA ആൻഡു, EC ഷാഫി, കല്ലുംകടവ് ഹബീബുള്ള തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ICDS പ്രോജക്ടിന്റെ പരിധിയിലുള്ള ചാഴൂർ, താന്യം, അരിമ്പൂർ, അന്തിക്കാട്, മണലൂർ എന്നീ പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ നിന്ന് വിരമിക്കുന്ന പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NC സതീഷ് അധ്യക്ഷത വഹിച്ചു. പതിറ്റാണ്ടുകൾ അങ്കണവാടികളിൽ ജോലി ചെയ്ത 7 വർക്കർമാർക്കും 7 ഹെൽപ്പർമാർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, ബ്ലോക്ക് മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ, സുഭാഷ് അരിമ്പൂർ, നീതു ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. സൗഹൃദം സ്ഥാപിച്ച് യുവതിയിൽ നിന്നും 6,80,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത യുവാവിനെ തലശ്ശേരിയിൽ നിന്നും കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
തലശ്ശേരി പുളിച്ചാർച്ചി വീട്ടിൽ ഷഹീം അഹമ്മദാണ് അറസ്റ്റിലായത്. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരെന്ന സസ്പെൻസ് തുടരും. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. ഇരിഞ്ഞാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ കോളേജിൽ ക്യുസാറ്റിന്റെ എൻട്രൻസ് പരീക്ഷ മുടങ്ങി. പരീക്ഷ മുടങ്ങിയത് സാങ്കേതിക തകരാർ മൂലം. പരീക്ഷ മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷാ തീയതി നൽകുമെന്ന് അധികൃതർ. ദേശീയപാതയിൽ ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്ന പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്. തൃക്കൂരിൽ യുവാവിനെ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ജോലി തേടുന്നവരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം വീണ്ടും സജീവമാകുന്നു. ഇരകളാകുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർ. ഗുരുവായൂർ അരിയന്നൂരിൽ വീട്ടിൽ നിന്ന് 10 പവൻ സ്വർണം കവർന്നു. മോഷണം നടന്നത് ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിൽ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.